മാറ്റിലാണെങ്കിൽ സമയമിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും മനസ്സിൽ ആദി കയറിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെയാണെങ്കിൽ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഓണാഘോഷം എല്ലാ പോലത്തെയും ഗംഭീരമായി നടത്താൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ആ ചടങ്ങിലേക്ക് നവീനെയും കൂടാതെ കനകയെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട് മുത്തശ്ശൻ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ വെച്ച് വീണ്ടും നന്ദു അനിയും അവരുടെ പദ്ധതിയും തുറന്നു പറയുന്നത് കാണാം. നന്ദുവിനാണെങ്കിൽ ഒളിച്ചോടി വരാനായിട്ട് താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരു നന്ദു. അനിയാണെങ്കിൽ നന്ദുവിന് ധൈര്യം കൊടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്